വൺസ് അഗെയിൻ ഡീമൺ സ്ലേയറിന്റെ മാങ്ക എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം എസ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് ഡീമൺ സ്ലേയറിന്റെ ചാപ്റ്റർ 186 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കണ്ട. കാരണം ഇതുപോലുള്ള കൂടുതൽ എക്സ്പ്ലനേഷൻ കണ്ടന്റ്സ് ഒക്കെ ഇനിയും വരുന്നുണ്ട്. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ താഞ്ചുറോ മറ്റൊരാളുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ്. താഞ്ചുറോ എന്ന് പറഞ്ഞ പോലെ താഞ്ചുറോ കോൺഷ്യസ് ഉള്ള ഒരു മറ്റൊരു ബോഡി. ഇതെന്റെ വീട് തന്നെയാണോ? കാണാൻ ഏകദേശം ഒരേപോലെ ഉണ്ട്, പക്ഷെ എന്തോ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. അല്ല, ഇതെന്റെ വീടല്ല. ഞാനിവിടെ എന്തോ ചെയ്യുന്നേ? ഞാൻ വിറക് വരുന്നു. പെട്ടെന്നൊരു കുഞ്ഞു കൈ വന്ന് നമ്മുടെ താഞ്ചുറുടെ കാലെ വന്ന് പിടിക്കും. എന്നിട്ട് നമ്മുടെ താഞ്ചുറിനെ പോലെ ഇരിക്കുന്ന ആളെ നോക്കി പുള്ളിക്കാരി അച്ഛാന്ന് വിളിക്കുകയും ചെയ്യും. അച്ഛനോ? ഞാനോ? ആരാണ് ഈ കൊച്ചി? ഒരു ക്യൂട്ടായിട്ടുള്ള കൊച്ചിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. പുള്ളിക്കാരി നേരെ കൈ ചൂണ്ടി ഇങ്ങനെ കാണിക്കുകയും ചെയ്യും. താഞ്ചുറ നോക്കാൻ നേരത്ത് ദൂരത്ത് ഒരു മരത്തിന്റെ സൈഡിൽ ഒരാൾ നിപ്പുണ്ട്. അത് മറ്റാരുമല്ല, യൊറീച്ചിയാണ്. യൊറീച്ചിനെ കണ്ടപ്പോൾ തന്നെ താഞ്ചുറക്ക് ഒരു കാര്യം മനസ്സിലായി. അത് ഫസ്റ്റ് ബ്രീത്തിങ് യൂസർ ആയിട്ടുള്ള യൊറീച്ചിയാണെന്ന്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുറാട്ട താഞ്ചുറിനെ രക്ഷിക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനെ ചെസ്റ്റ് പിടിച്ചിങ്ങനെ അമുക്കുന്നുണ്ട്. മുറാട്ടയുടെ ടെൻഷൻ കാരണം പുള്ളിക്കാരന്റെ ഹൃദയടിപ്പിന്റെ സൗണ്ട് കാരണം നമ്മുടെ താഞ്ചുറയുടെ ഹൃദയം ഇടിക്കുന്നുണ്ടാന്ന് വരെ പുള്ളിക്കാരൻ ഡൗട്ടാണ്. കാരണം അതുപോലും കേൾക്കാൻ പറ്റില്ല, അത്രയധികം ടെൻഷനിലാണ് നമ്മുടെ മുറാട്ട ഇരിക്കുന്നത്. പെട്ടെന്ന് അവിടേക്ക് ഒരു ഡീമൺ സ്ലേയർ വരും. എന്നിട്ട് പറയും ചെയ്യും, അവിടെ നമ്മുടെ യൂഷറോ പെട്ട് കിടപ്പുണ്ട്, പുള്ളിക്കാരൻ നമ്മൾ രക്ഷിച്ചു കഴിഞ്ഞാൽ താഞ്ചുറിനെ പുള്ളിക്കാരൻ എങ്ങനെയൊക്കെ രക്ഷിച്ചോളൂ. അങ്ങനെ നമ്മുടെ മുറോട്ടനെ വിളിച്ചോണ്ട് മറ്റേ ഡീമൺ സ്ലേയർ ഇങ്ങനെ പോകുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ താഞ്ചുറോയും യൊറീച്ചും കൂടെ പുള്ളിക്കാരന്റെ വീടിന്റെ വാതിക്കിരിക്കുകയാണ്. യൊറീച്ച് എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കിടന്ന് ആലോചിക്കുമായിരുന്നു, ആരെങ്കിലും കണ്ടൊന്ന് സംസാരിക്കണമെന്ന്. ഞാൻ കുറെ വട്ടം ആലോചിച്ചപ്പോ എന്റെ മനസ്സിൽ വന്നത് നിന്റെ ഭാര്യയുടെ മുഖമാണ്. താഞ്ചുറോ ആ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഇത് യൊറീച്ചിയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും 13ാമത്തെ ഫോമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഇവിടുന്ന് കിട്ടും. പക്ഷേ പെട്ടെന്ന് നമ്മുടെ താഞ്ചുറോ പറയും, സത്യമാണ്, 2 വർഷമായില്ലേ, എന്തായാലും നീ നന്നായിട്ടിരിക്കുന്നല്ലോ, അത് തന്നെ ധാരാളം. ഇത് കേട്ട് നമ്മുടെ താഞ്ചുറോ തന്നെ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇവിടെ കണ്ട, നീ അന്ന് വന്നപ്പോ ഇവിടെ ഒരു കുഞ്ഞു കൊച്ചായിരുന്നു, ഇപ്പൊ എന്തുമാത്രം വലുതായെന്ന് നോക്കി. താഞ്ചുറോക്ക് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് പുള്ളിക്കാരൻ ചിന്തിക്കുന്നതല്ല പുള്ളിക്കാരന്റെ ബോഡി പറയുന്നത്. അത് മാത്രമല്ലാതെ പുള്ളിക്കാരന്റെ ബോഡിയൊക്കെ തന്നെ അനങ്ങിക്കൊണ്ടിരിക്കുവാണ്. സംഭവം വേറൊന്നുമല്ല, താഞ്ചുറോ പുള്ളിക്കാരന്റെ ഒരു ആൻസിസ്റ്ററിന്റെ മെമ്മറീസ് ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ഇന്റർഫിയർ ചെയ്യാൻ പറ്റത്തില്ല. യൊറീച്ചിയപ്പോ പറയും, നീ സന്തോഷമായിട്ടിരിക്കുന്ന കേൾക്കാൻ നേരത്ത് തന്നെ എന്റെ മനസ്സ് പകുതി സന്തോഷമായി. എനിക്ക് സന്തോഷമുള്ള മനുഷ്യരെ കാണാൻ നേരത്ത് തന്നെ എന്റെ മനസ്സ് അങ്ങോട്ട് ഹാപ്പി ആയിട്ട് മാറും. താഞ്ചുറോ ഇത് കേട്ടിട്ട് കിളി പോയ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ പറയും, സത്യം പറഞ്ഞ ഈ ലോകം എന്ത് മനോഹരമാണല്ലേ. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തേക്ക് ജനിച്ച് വീഴുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ്. എന്റെ അമ്മ വളരെയധികം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. പുള്ളിക്കാരി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ഈ ലോകത്തിന് നന്മ വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട്. അതും പോരാഞ്ഞിട്ട് പുള്ളിക്കാരി എല്ലാ ദിവസവും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ ഇയറിംഗ്സ് പുള്ളിക്കാരി എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് എന്റെ ബ്രദറിനെ കുറിച്ചാണ്. പുള്ളിക്കാരൻ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു. കാരണം എന്നോടുള്ള ബന്ധമെല്ലാം എന്റെ അച്ഛൻ മറക്കാൻ പറഞ്ഞിട്ടും പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി ഒരു ഫ്രൂട്ട് ഒക്കെ ഉണ്ടാക്കി തന്നു. പക്ഷെ ഞാൻ ആർക്കും വേണ്ടാത്തൊരു കുഞ്ഞായിരുന്നു. എന്തായാലും എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ യോഗ്യതയില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോകാമെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ എന്നിട്ട് നേരെ നോക്കി ഓടി. ഈ മനോഹരമായ ആകാശം എവിടെ നിൽക്കുവോ അവിടെ പോവാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താതെ രാവും പകലും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. ഒരു രാത്രിയും ഒരു പകലും ഞാൻ ഓടി. പക്ഷേ എനിക്കൊരു ക്ഷീണം പോലും തോന്നിയില്ല, എന്റെ കൈകാലുകൾ കഴിച്ചതുപോലുമില്ല. അങ്ങനെ എനിക്ക് സ്ഥലങ്ങൾ മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പല സ്ഥലവും താണ്ടിയിരുന്നു. ഞാൻ നോക്കാൻ നേരത്ത് കുറെ അധികം വയലുകളുള്ള സ്ഥലത്ത് നിൽക്കുവാണ്. അവിടെ ആട്ടെ ഒരു കൊച്ചു പെൺകുട്ടി, എന്റെ അത്രയും പ്രായം കാണത്തുള്ളൂ, അവൾ ഒരു കൊട്ടയം പിടിച്ചോണ്ട് ഇങ്ങനെ അനങ്ങാതെ കുറെ നേരം ഇങ്ങനെ പാടത്ത് നിൽക്കുവാണ്. കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ അവളോട് അവൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു. എന്റെ സ്വന്തക്കാരെല്ലാരും ഒരു ഡിസീസ് വന്ന് മരിച്ചുപോയി, ഞാനിപ്പോൾ ഒറ്റക്കാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല, എനിക്ക് എന്റെ വീട്ടിലേക്ക് കുറച്ചധികം വാൽമാക്രിനൊക്കെ കൊണ്ടുപോയി കൊള്ളാമെന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ആ പെൺകുട്ടി വീണ്ടും അനങ്ങാൻ നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ പുള്ളിക്കാരി പിടിച്ച ആ വാൽമാക്രിനൊക്കെ പുള്ളിക്കാരി തുറന്നു വിട്ടു. യൊറീച്ചിയപ്പോ ചോദിച്ചു, നീ അപ്പൊ ഇതിനെയൊന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലേ? അപ്പൊ ആ പുള്ളിക്കാരി പറയുകയും ചെയ്തു, ഇല്ല, ഞാൻ തൽക്കാലം കൊണ്ടുപോകുന്നില്ല. എനിക്ക് ഓർത്തിട്ട് തന്നെ സങ്കടം വരുന്നു. കാരണം ഞാനിപ്പോ ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടുകാരുടെയും വീട്ടുകാരുടെ അടുത്ത് നിന്നൊക്കെ മാറി നിൽക്കുകയല്ലേ. നമ്മുടെ യൊറീച്ചിയപ്പോ പറയുകയും ചെയ്യും, എങ്കിൽ ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് വരാം. ഇത് കേട്ട് ആ പെൺകുട്ടി ഞെട്ടുന്നുണ്ട്. അവളുടെ കണ്ണുകളാകട്ടെ ഒരു ഒബ്സീഡിയനെ കല്ല് പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് യൂട്ട എന്നായിരുന്നു. അങ്ങനെ നമ്മുടെ യൊറീച്ചിയും യൂട്ടയും കൂടെ ജീവിക്കാൻ തുടങ്ങി. അവൾ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, വാവിട്ട രീതിയിൽ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കും. രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ നിർത്താതെ അവൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ കൂടെ ജീവിച്ചപ്പോഴാണ് എനിക്ക് കുറെ അധികം കാര്യങ്ങൾ മനസ്സിലായത്. അതായത് ഞാൻ കാണുന്ന പോലെയല്ല ബാക്കിയുള്ളവർ ഈ ലോകം കാണുന്നത്. അങ്ങനെ 10 വർഷം കഴിഞ്ഞപ്പോൾ ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. യൂട്ട അങ്ങനെ പ്രഗ്നന്റും ആകും. കുഞ്ഞിനെ പ്രസവിക്കാനുള്ള അവസാന മാസത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ യൊറീച്ചി ഇതിനു വേണ്ടി ഒരാളെ തേടി ഇറങ്ങി. സന്ധ്യയാകുന്നതിന് മുമ്പ് തിരിച്ചു വരാനായിരുന്നു നമ്മുടെ യൊറീച്ചിയുടെ പ്ലാൻ. പക്ഷെ പോകുന്ന വഴിക്കാണ് ഒരു അപ്പൂപ്പനെ കാണുന്നത്. പുള്ളിക്കാരന്റെ മകനെ കാണാൻ വേണ്ടി പുള്ളിക്കാരന് 3 മലകൾ താണ്ടി ഇറങ്ങണമായിരുന്നു. പുള്ളിക്കാരന്റെ മകൻ മരിക്കുന്നതിന്റെ വക്കത്ത് കിടക്കുവാണ്. സോ അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി പുള്ളിക്കാരൻ പോകുമായിരുന്നു. എന്നാൽ പുള്ളിക്കാരന് ഹൃദയത്തിന് ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മുടെ യൊറീച്ചി പുള്ളിക്കാരനെ സഹായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ മകന്റെ അടുത്തേക്ക് ആ അപ്പൂപ്പനെ എത്തിക്കുവാണ്. അങ്ങനെ നാളെ കണ്ടുപിടിക്കാൻ തൽക്കാലം ഇപ്പൊ വീട്ടിലേക്ക് പോകാന്നും പറഞ്ഞുകൊണ്ട് യൊറീച്ചി പുള്ളിക്കാരൻ മാക്സിമം സ്പീഡിൽ വീട്ടിലേക്ക് തിരിച്ചു ഓടുന്നുണ്ട്. എന്നാൽ യൊറീച്ചി ആ വീട്ടിലേക്ക് എത്തിയപ്പോൾ പുള്ളിക്കാരൻ കുറച്ചധികം വൈകിയിരുന്നു. പുള്ളിക്കാരൻ കഥക് തുറന്നപ്പോൾ കണ്ടത് യൂട്ടയും പുള്ളിക്കാരൻ ജനിക്കാനിരിക്കുന്ന കൊച്ചും മരിച്ചു കിടക്കുന്നതാണ്. യൊറീച്ചി തന്റെ ഭാര്യനെയും കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് 10 ദിവസം അങ്ങനെ തന്നെ ഇരുന്നു.
അപ്പോഴാണ് അവിടേക്ക് ഒരു ഡീമൺ സ്ലെയർ വരുന്നത്. അവരുടെ ആത്മാവിന് വേണ്ടി ശാന്തി കിട്ടാനായിട്ട് അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രോപ്പർ ആയിട്ട് അവർ അടക്കം ചെയ്തു. എനിക്ക് അത്രക്ക് വലിയ സ്വപ്നമൊന്നും ഇല്ലായിരുന്നു. സമാധാനവും ശാന്തമായിട്ട് ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിന്റെ കൂടെ എനിക്ക് താമസിച്ചാൽ മാത്രം മതിയായിരുന്നു. കയ്യെത്ത ദൂരത്ത് അവർ രണ്ടുപേരും എന്റെ കൂടെ വേണമായിരുന്നു. എന്നാൽ ഈ ഡീമൺസ് ഉള്ളത്രയും കാലം അത്രയും നല്ലൊരു മനോഹരമായ നിമിഷം നമ്മുടെ ഈ ലോകത്ത് കിട്ടാൻ പോലില്ലെന്ന് നമ്മുടെ യൊറീച്ചിക്ക് മനസ്സിലായി. അങ്ങനെയാണ് യൊറീച്ചി ഈ ഡീമൺ സ്ലെയറിലേക്ക് കയറുന്നത്. വർഷങ്ങളായിട്ട് ഡീമൺസിനൊക്കെ കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ഈ ഫോംസിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. യൊറീച്ചി എല്ലാവരെയും സഹായിച്ചു. അവർക്ക് പറ്റുന്ന രീതിയിൽ ഈ ഡീമൺസിനെ കൊല്ലാനും ഒരു ഫോം ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ എല്ലാവരും ഡീമൺസിനൊക്കെ കൊല്ലാൻ പെട്ടെന്ന് തന്നെ തുടങ്ങി. എന്റെ ബ്രദറും പെട്ടെന്ന് തന്നെ ഡീമൺ സ്ലെയർ ആയിട്ട് മാറി. പുള്ളിക്കാരും കുറെ അധികം ഡീമൺസിനൊക്കെ കൊല്ലാൻ തുടങ്ങി നമ്മുടെ യൊറീച്ചി പറയുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഡീമൺസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത ആളുടെ മുമ്പിലേക്ക് ഞാൻ പോയി എത്തുന്നത്. അവനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഈ ലോകത്തേക്ക് ജനിച്ചു വീണത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഒരേ ഒരു കാര്യം, അത് ഇവന്റെ മരണം ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമാണ്. സോ ഇതും പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത ചാപ്റ്ററിൽ നമ്മുടെ യൊറീച്ചിയും മുസാനോട്ടുള്ള ഒരു കിടിലൻ ഫൈറ്റ് നമുക്ക് കാണാം. കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റ് ഉത്തരം പറഞ്ഞവരുടെ പേരാണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ നിങ്ങളുടെ പേര് സ്ക്രീനിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ മതി. കൈഗാക്കുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുള്ളിക്കാരന് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു തണ്ടർ ബ്രീതിങ്ങിന്റെ ഫോം ഉണ്ട്. അത് ഏത് ഫോം ആണെന്ന് കറക്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്ത് പറയൂ.